2016 ഇതുവരെ റിലീസായത് 103 ചിത്രങ്ങൾ. മുടക്കുമുതൽ 400 കോടിയോളം രൂപ. തിയേറ്ററുകളിൽ നിന്ന് തിരിച്ചു പിടിച്ചതാകട്ടെ 125 കോടി മാത്രം. സാറ്റലൈറ്റ് ഓവർസീസ് തുക കൂടി കണക്കാക്കിയാലും വ്യവസായം നഷ്ടത്തിൽ തന്നെ. എങ്കിലും തിയേറ്ററുകളെ ഉണർത്താൻ കഴിഞ്ഞ ഹിറ്റുകൾ പിറന്നതാണ് 2016 ആശ്വാസമാകുന്നത്. നമ്മുടെ സിനിമകൾ വെളിയിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഓവർസീസ് അതുപോലെ തന്നെ അന്യഭാഷകളിലേക്ക് നമ്മുടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് അതുവഴി വലിയൊരു വരുമാനം നല്ല സിനിമകൾക്കുണ്ടാകുന്നൊരവസ്ഥ ഇപ്പം ഈ അടുത്ത കാലത്ത് വളരെ കൂടുതലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മലയാളത്തിലുണ്ടായത് വെറും 13 ഹിറ്റുകൾ മാത്രമായിരുന്നെങ്കിൽ ഇത്തവണ എണ്ണം 21-ലെത്തി. തിയേറ്ററുകളിൽ ഓടുന്ന സിനിമകൾ മാത്രം വാങ്ങിയാൽ മതിയെന്ന് വിനോദ ചാനലുകൾ നിലപാടെടുത്തതോടെ സാറ്റലൈറ്റ് ഊഹക്കച്ചവടത്തിനും അന്ത്യമായി. കഴിഞ്ഞ തവണ 50-ലേറെ ചിത്രങ്ങൾ ചാനലുകൾ വാങ്ങിയെങ്കിൽ ഇത്തവണ റിലീസായ 103 സിനിമകളിൽ 30 ചിത്രങ്ങളുടെ ടെലിവിഷൻ സംപ്രേഷണാവകാശം മാത്രമാണ് വിറ്റുപോയത്. തിയേറ്ററുകൾക്ക് വേണ്ടിയുള്ള സിനിമകൾ വീണ്ടും വന്നു തുടങ്ങിയതോടെയാണ് കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് തിരിച്ചുപിടിക്കാൻ മലയാള സിനിമയ്ക്കായത്. നവീകരിച്ച തിയേറ്ററുകളും മൾട്ടിപ്ലക്സ് സംസ്കാരവും പുത്തൻ പ്രൊജക്ഷൻ സംവിധാനവുമൊക്കെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിൽ നിർണായകമായി. കൊച്ചിയിൽ നിന്ന് റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.